പോലീസ് അതിക്രമം വിവരിച്ച് SFI നേതാവ്, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് ആലപ്പുഴ ഡിവൈഎസ്പിക്കും കോന്നി മുൻ സിഐയുമായിരുന്ന മധു ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ചത്. കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തു, ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചു എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവരിക്കുന്നുണ്ട്. CK അഭിലാൽ ഇതിന്റെ വിശദവിവരങ്ങളുമായി ചേർന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഓരോരുത്തരായി പുറത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇത് ഈ അക്രമി സംഘം അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ഈ മുളക് സ്പ്രേ അടിക്കുക, ഇത്തരത്തിൽ ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിക്കുക എന്നൊക്കെ ഈ ഫേസ്ബുക്കിൽ യുവാവ് കുറിക്കുന്നുണ്ട്. എന്താണ് വ്യക്തമായി ഈ കുറിപ്പിൽ പറയുന്നത്? വിശദവിവരങ്ങൾ എന്തൊക്കെ? 2012 ഒക്ടോബർ മാസം 12-ാം തീയതി നടന്ന സംഭവത്തെക്കുറിച്ചാണ് കാലം എങ്കിലും SFI മുൻ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ജയകൃഷ്ണൻ തണ്ണിത്തോട് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. മാത്രമല്ല CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തന പരിധിയിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് ജയകൃഷ്ണൻ. ആരോപണ വിധേയൻ ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പിയും കോന്നി മുൻ CIയുമാണ്. ഈ കാലയളവിൽ കോന്നിയിൽ അദ്ദേഹം CI പ്രവർത്തിച്ചിരുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാലിന്റെ വെള്ള അടിച്ചു പൊട്ടിക്കുകയും കണ്ണിലും ശരീരത്തിൽ മുളകുപൊടി ചെയ്യുകയും ഡയഫ്രം പൊട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഈ സംഭവം നടന്ന സമയത്ത് MG യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു. അകാരണമായി പിടിച്ചു കസ്റ്റഡിയിൽ വെക്കുകയും മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ജയകൃഷ്ണൻ 3.5 മാസം തടവിൽ കഴിയുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ പിന്നീട് അദ്ദേഹം നൽകിയ പരാതിയിൽ മധുബാബുവിനെതിരെ അന്വേഷണം നടത്തുകയും ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകണമെന്ന് റിപ്പോർട്ട് വരികയും ചെയ്തിരുന്നു. പക്ഷേ നടപടി ഏതും ഉണ്ടായില്ല. ഇത് ചൂണ്ടിക്കാണിച്ച് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ ഹർജിയും സമർപ്പിച്ചിരുന്നു. ശരി, അങ്ങനെ രാഷ്ട്രീയം നോക്കിയല്ല മറ്റെല്ലാ മനുഷ്യർക്കും ഇത്തരത്തിൽ തന്നെ സംഭവിക്കുന്നു. പോലീസുകാരിൽ നിന്നും അതിക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വരുന്നു പല മനുഷ്യർക്കും എന്നതാണ് ഇപ്പോൾ ഓരോ മണിക്കൂറിലായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. CK അഭിലാലാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകിയത്.